പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചോറ് കൊടുത്തുവിടാൻ പറ്റിയ ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു മത്തങ്ങ മെഴുക്കുവരട്ടിയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ ഉള്ളൂ. മത്തങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ചതുര കഷ്ണങ്ങളിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ കാണാനൊരു ഭംഗി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ്. ഇതുപോലെ ചെറിയ ചെറിയ നീളത്തിൽ 1 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ നമ്മൾ അതൊക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് കത്തിച്ചതിന് ശേഷം നമുക്ക് ചൂട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് കടായിയോ അല്ലെങ്കിൽ പാനോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ആ വെള്ളമയമൊക്കെ വറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് ഏകദേശം 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടിക്ക് കടുക് വേണ്ട. ഇനി ഒരു 4 പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കണം. കാന്താരി ഉണ്ടെങ്കിൽ അതായാലും നല്ലതാണ്, അല്ലെങ്കിൽ ഉണ്ടമുളക് ഉണ്ടെങ്കിൽ അതെടുത്താലും നല്ലതാണ്. നെടുകെ ഒന്ന് കീറിയതിന് ശേഷം അതിട്ട് കൊടുക്കാം. ആ പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള ആ ഒരു മത്തങ്ങ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. തവി കൊണ്ട് പതുക്കെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഉപ്പ് പൊടിയോ ചേർത്ത് കൊടുക്കാം. മത്തങ്ങ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉപ്പ് പിടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഉപ്പൊന്നും ആദ്യമേ ചേർക്കരുത്. പോരാന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം തട്ടിപ്പൊത്തി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒട്ടും തന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പ് കുറച്ച് കുറവായിരുന്നതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പ് വെള്ളവും കൂടി തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാടൊന്നും തട്ടിപ്പൊത്തി വെക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ ആ ഒരു ചൂട് കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞും കിടക്കിട്ടെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം. ഇതിനിടയ്ക്കൊരു 1-2 തവണ ഞാൻ അടപ്പ് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നിരത്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മത്തങ്ങ ഏകദേശം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേവുന്നൊരു ഐറ്റം ആണല്ലോ ഈ ഒരു മത്തങ്ങ എന്നൊക്കെ പറയുന്നത്. മത്തങ്ങ കൊണ്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കാം, അതുപോലെ മത്തങ്ങ വിളയിക്കാം, അതുപോലെ മത്തങ്ങ പായസം ഉണ്ടാക്കാം, എരിശ്ശേരി ഉണ്ടാക്കാം. എല്ലാത്തിനും നല്ല ബെസ്റ്റ് ഐറ്റമാണ്. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് വളരെ കുറച്ച് ഏകദേശം 1 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇച്ചിരി ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പച്ച തേങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടുള്ള തേങ്ങ എടുക്കരുത്. അതുപോലെ തന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. നല്ല ടേസ്റ്റ് എന്ന് മാത്രമല്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പുതിയ കൂട്ടുകാരാരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ, ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെൽ ബട്ടണും ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതേ പരിപാടി ഏകദേശം കഴിഞ്ഞു എന്ന് തന്നെ പറയാൻ കാരണം ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുത്തേക്കുവാണ്. കാരണം ആ ഒരു വെള്ളമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചറവറാന്ന് നിരത്തി ഇടരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തോരനോ മെഴുക്കുവരട്ടിയൊക്കെ ഇങ്ങനെ ഒതുക്കി അങ്ങ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.